നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി കേവലം ഒരു സ്തുതിയോ ഭഗവത് രൂപവർണ്ണനയോ അല്ല, മറിച്ച് ഭക്തരുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു താന്ത്രിക സാഹിത്യമാണ്. ഇത് പാരായണം ചെയ്യുന്നവരുടെ മനസ്സിൽ ഈശ്വരൻ സ്ഥിരമായി വിളങ്ങുന്നു എന്നർത്ഥം. ഇന്ന് തിങ്കളാഴ്ച, ശിവപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഇനി ഒരു ശിവസ്തുതിയോടെ ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. 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 जना भाई मने देवा बोलो अभंगा. जना भाई मने देवा बोलो अभंगा. नामदेव हरि नामदेव जय नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. अभंग बोलता कीर्तनी रंग बोधवाला. 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 प्रेमाची आनंद देवाना चुलागला. प्रेमाची आनंद देवाना चुलागला. प्रेमाची आनंद देवाना चुलागला. प्रेमाची आनंद देवाना चुलागला. नामदेव हरि नामदेव जय नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नाचत डोलत 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 देवाचा कडल पीतांबर. 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 सावध होई सावध होई देवा ऐसे बोले कबीर. सावध होई देवा ऐसे बोले कबीर. नामदेव हरि नामदेव जय नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. जना भाई मने देवा बोलो अभंगा. जना भाई मने देवा बोलो अभंगा. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नामदेव कीर्तन करी प्रेम भरनाच पांडुरंगा. नामदेव कीर्तन
नगरी प्रेम भरे नाचे पांडुरंगा. കേരളത്തിലെ പ്രസിദ്ധ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. ബാവലിപ്പുഴയുടെ കിഴക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന 2 ക്ഷേത്രങ്ങളാണിത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്ന കാലമാണ് വൈശാഖ ഉത്സവകാലം. ഇന്നത്തെ കഥയമമ്മ കൊട്ടിയൂർ തീർത്ഥാടനത്തിനെ കുറിച്ചാണ് വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖ മാസത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പല അധ്യായങ്ങളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വൈശാഖ മാസത്തിൽ ആരെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ചോദ്യത്തിന് ഈ സമയത്ത് ലക്ഷ്മി നാരായണനെ ആരാധിക്കുന്നത് ഗംഭീരമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സമയം ഭഗവാൻ നാരായണനെ എത്രത്തോളം ആരാധിക്കാൻ അനുയോജ്യമാണോ അത്രത്തോളം തന്നെ സാക്ഷാൽ മഹാദേവനെ ആരാധിക്കാനും അനുയോജ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു സമയം വൈശാഖ മാഹാത്മ്യം പറയുന്ന സമയത്ത് കൊട്ടിയൂർ മാഹാത്മ്യം കൂടെ ചേർത്ത് വെച്ചല്ലാതെ അത് പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കൊട്ടിയൂരിലെ തീർത്ഥാടനത്തെക്കുറിച്ചാണ്. കൊട്ടിയൂർ എന്നുള്ള പേര് ആ പ്രദേശത്തിന് വരാൻ കാരണം അത് ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ കണ്ണൂർ ജില്ലയിലുള്ള വയനാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ബാവാലി പുഴയ്ക്ക് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. യഥാർത്ഥത്തിൽ അത് 2 ക്ഷേത്രമാണ്. ഒന്ന് ഭഗവാന്റെ അക്കര കൊട്ടിയൂർ എന്നറിയപ്പെടുന്ന സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗമുള്ള പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രവും 2 ഇക്കരെ കൊട്ടിയൂർ എന്ന് വിളിക്കപ്പെടുന്ന ശിവക്ഷേത്രവും. ഇങ്ങനെ 2 ശിവക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് കൊട്ടിയൂരുള്ളത്. ആ മഹാദേവന്റെ തിരുസന്നിധിക്ക് നിരവധിയായിട്ടുള്ള പേരുകൾ വേറെയുണ്ട്. ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂർ അറിയപ്പെടുകയും ചെയ്യുന്നത്. എന്നാലും ഈ കൊട്ടിയൂർ എന്നുള്ള പേര് അതിന് വരാൻ കാരണം ആ പ്രദേശം യഥാർത്ഥത്തിൽ കട്ടൻ രാജവംശം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മലയ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു എന്നും കട്ടിയൂർ എന്നുള്ള പേര് പിന്നീട് ലോപിച്ച് അത് കൊട്ടിയൂരായി തീർന്നു എന്നുമാണ് ഭാഷാനാമമൊക്കെ പറയുന്നത്. എന്നാൽ അതിലുപരിയായിട്ട് കൊട്ടിയൂരിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ കൊട്ടിയൂരിലേക്ക് ഈ ഒരു വൈശാഖ കാലത്ത് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളുമായിട്ട് കടന്നു ചെല്ലുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സമീപത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധിയായിട്ടുള്ള ഭക്തർ എത്തുന്ന ഒരു സമയമാണ് ഈ വൈശാഖക്കാലം, കൊട്ടിയൂരിലെ തീർത്ഥാടന കാലം. എന്താണ് യഥാർത്ഥത്തിൽ കൊട്ടിയൂരിൻ്റെ ഒരു മാഹാത്മ്യം? അത് ദക്ഷയാഗം നടന്ന ഭൂമിയാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ആ ദക്ഷയാഗ കഥ ഒന്ന് ലഘുവായിട്ട് വിവരിച്ചുകൊണ്ട് ഈ കൊട്ടിയൂർ തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. ദക്ഷയാഗം കഥ വളരെയധികം സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന കഥയാണെങ്കിൽ പോലും എന്താണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടതെന്ന് പരിശോധിക്കാം. ദക്ഷന്റെ മകളായിട്ട് ജനിക്കുന്ന പരാശക്തിയുടെ അവതാരമായിട്ടുള്ള സതി വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാൻ മഹാദേവനെ മാത്രമേ താൻ വരിക്കൂ എന്നുള്ള പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ വലിയ ശിവദ്വേഷിയായിട്ടുണ്ടായിരുന്ന ദക്ഷൻ അതിന് തീരെ താല്പര്യം എടുത്തിരുന്നില്ല. എങ്കിൽ പോലും സതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന്റെയും സതിയുടെയും വിവാഹം നടക്കുന്നു. ഭഗവാനുമായിട്ട് ദ്വേഷമുള്ള ഈ ദക്ഷൻ എന്ന് പറയുന്ന പ്രജാപതി ഭഗവാനെ അപമാനിക്കാനായിട്ട് ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു എന്നാണ്. ആ യാഗം നടത്താനായി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലമാണത്രേ ഇന്നത്തെ കൊട്ടിയൂർ. അവിടെ ഗംഭീരമായിട്ട് യാഗമൊക്കെ അദ്ദേഹം തുടങ്ങി. മുഴുവൻ ദേവന്മാരെയും ആ യാഗഭൂമിയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ഭഗവാൻ മഹാദേവനെ മാത്രം അങ്ങോട്ട് അദ്ദേഹം ക്ഷണിച്ചില്ല എന്നാണ്. തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗം അത് കാണാനുള്ള ഒരു മകളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ഭഗവതി സതി മഹാദേവനോട് അനുവാദം ചോദിക്കുന്നു, തനിക്ക് ആ യാഗം ഒന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്. ഭഗവാൻ വളരെ സൗമ്യനായിട്ട് തൻ്റെ പത്നിയോട് പറയുന്നുണ്ട്, നമ്മളെ ക്ഷണിക്കാത്തിടത്തേക്ക് അത് അച്ഛനാണെങ്കിൽ പോലും പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് പോകാതിരിക്കുന്നതാണ് ഉചിതമെന്ന് തൻ്റെ ഭാര്യയായിട്ടുള്ള സതിയെ ഭഗവാൻ മഹാദേവൻ ഉപദേശിക്കുന്നു. പക്ഷെ അതിയായിട്ടുള്ള പിതൃവാത്സല്യം കൊണ്ട് ദേവിക്ക് ആ യാഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടാവുകയും ദേവി ഭഗവാന്റെ മൗനാനുവാദത്തോടു കൂടി അവിടെ നിന്ന് കൊട്ടിയൂർ ഇന്ന് നിൽക്കുന്ന പ്രദേശത്തേക്ക് വന്നു എന്നുമാണ് സങ്കല്പം. അവിടെ വെച്ച് കൊടിയ അപമാനം, മഹാദേവനെ ദ്വേഷിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥ സതീ ഭഗവതിക്ക് വരുന്നു. ഒപ്പം തന്നെ ഒരു മകളുടെ മുഖത്ത് നോക്കി ഒരച്ഛൻ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പൊതുജനങ്ങൾ നോക്കി നിൽക്കെ, സമസ്ത ദേവന്മാരും നോക്കി നിൽക്കെ ദക്ഷൻ പ്രയോഗിച്ചു എന്നാണ്. ഇതിൽ ക്രുദ്ധയായിട്ടുള്ള ദേവി തൻ്റെ ആദിപരാശക്തി ഭാവത്തോടു കൂടി പ്രകടമാവുകയും തൻ്റെ ശരീരത്തെ ആ യാഗശാലയിലെ അഗ്നികുണ്ഡത്തിൽ സമർപ്പിച്ചു എന്നുമാണ് കഥ.
ആ യാഗം ആ വഴി പൂർത്തിയാക്കാനായിട്ട് ദക്ഷൻ ശ്രമിക്കുന്ന സമയത്ത് ദേവിയുടെ ദേഹവിയോഗം അറിഞ്ഞ ഭഗവാൻ ഭദ്രകാളിയെയും വീരഭദ്രനെയും തൻ്റെ ജടയിൽ നിന്ന് സൃഷ്ടിച്ച് ആ യാഗം നശിപ്പിക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ദക്ഷന് ഭഗവാൻ ജീവൻ തിരിച്ചു നൽകുന്നു. ഒരു ആടിൻ്റെ തല ദക്ഷന് കൊടുത്തു എന്നുമാണ് കഥ. ശേഷം ഭഗവാൻ വൈരാഗിയായി തീർന്ന് തപസ്സനുഷ്ഠിക്കാനായിട്ട് ദൂരപ്രദേശങ്ങളിലേക്ക് പോകുന്നു. ആ യാഗം മുടങ്ങി, ദക്ഷയാഗ വിഘ്നം സംഭവിച്ചു. പിന്നീട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് യാഗം പൂർത്തിയായി എന്നും പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഏറ്റവും പവിത്രമായി തീർക്കപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് കൊട്ടിയൂർ എന്ന് വിളിക്കപ്പെടുന്ന ആ യാഗഭൂമി. അതുകൊണ്ട് തന്നെ ഈ വൈശാഖകാലത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷമാണ് ഈ സമയത്ത് ഭഗവാനെ ആരാധിക്കുക. നിരവധിയായിട്ടുള്ള ഒരു സന്ദർഭങ്ങൾ കൊട്ടിയൂർ ആരാധനയായിട്ടുണ്ട്. ഇളനീരാട്ടുണ്ട്, നെയ്യമൃതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാവാനായിട്ട് കേരളത്തിലെ സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള ആളുകൾ കുറച്ച് നാളായിട്ട് തന്നെ കൊട്ടിയൂരിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ദക്ഷയാഗത്തിൻ്റെ പാരമ്പര്യമുള്ള ഭൂമിയിലേക്കാണ്. സാധിക്കുന്നത്ര ഭഗവാന്റെ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ഭഗവാനെ എപ്പോഴും മനസ്സിൽ ആ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം, ആ നാഗഭൂഷിതനായിട്ടുള്ള നീലകണ്ഠനായിട്ടുള്ള ഭഗവാനെയും ഭഗവാന്റെ അർദ്ധാംഗിനിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ പാർവതി മാതാവിനെയും മനസ്സിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഈ കൊട്ടിയൂർ തീർത്ഥാടനം പൂർത്തിയാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ഉപസംഹരിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൊട്ടിയൂർ തീർത്ഥാടന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രവണതയാണ് ഏറ്റവും പരിപാവനമായിട്ടുള്ള ആ കൊട്ടിയൂർ ഭൂമിയെ, ഭഗവാന്റെ യാഗഭൂമിയെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവണത പല ഭക്തന്മാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെന്നാണ്. പ്രത്യേകിച്ച് അതൊരു കാവ് പ്രദേശം പോലുള്ള പ്രകൃതിയായിട്ട് അത്രയധികം യോജിച്ച് കിടക്കുന്ന ഒരു ആരാധനാ രീതിയാണ് കൊട്ടിയൂരുള്ളത്. അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ പ്ലാസ്റ്റിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടും നല്ല രീതിയിൽ അത് സംസ്കരിക്കാതെ ഈ കാവിൻ്റെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടും നമ്മൾ വലിയ തരത്തിലുള്ള കർമ്മദോഷമാണ് വരുത്തി വയ്ക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭഗവാന്റെ യാഗഭൂമിയെയാണ് നമ്മൾ അപമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടിയൂർ തീർത്ഥാടന കാലത്ത് പരമാവധി പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. പ്രകൃതിയായിട്ടുള്ള അമ്മയെയും പുരുഷനായിട്ടുള്ള മഹാദേവനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആരാധിക്കുന്നത്. അത് കേവലം ആ മണിത്തറയിലുള്ള ഭഗവാൻ മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശിവനെയും പരാശക്തിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് അമ്മയെ, പരാശക്തിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ വർഷത്തെ കൊട്ടിയൂർ തീർത്ഥാടനം പൂർത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ആര്യന്മാർ ഭാരതത്തിലേക്ക് വരുന്നതിനു മുൻപ് ആരാധിക്കപ്പെട്ടിരുന്ന ചില ദൈവസങ്കല്പങ്ങളുണ്ട്. അതിലൊന്നാണ് കൊറ്റവൈ. മേൽക്കൂരയില്ലാത്ത സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന ഈ ദേവത ആര്യന്മാരുടെ വരവോടെ ഭഗവതിയായും ദുർഗയായും പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ദേവസങ്കേതം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ കായംകുളത്തു നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ നങ്ങ്യാർകുളങ്ങര കവലയിൽ ഇറങ്ങി 9 കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയം. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ഈ പ്രദേശത്ത് മൃഗണ്ടു എന്നു പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു.
മൃഗണ്ഡു എന്നു പേരായ ഈ ഭക്തന് ഈ പ്രദേശത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ജനിച്ചു. ഏറെക്കാലത്തെ ചിന്തയ്ക്കു ശേഷം ഭക്തന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. കുറച്ചു കാലം കാശി വിശ്വനാഥനെ ആരാധിച്ച് കഴിച്ചുകൂട്ടിയ മൃഗണ്ഡു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു. ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ഡു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു. ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. നിർഗുണ പരബ്രഹ്മ സ്വരൂപ, നിർഗുണ പരബ്രഹ്മ സ്വരൂപ. എന്നാൽ ഈ ഐതിഹ്യത്തിനോടൊപ്പം തന്നെ മറ്റൊന്നും കേട്ടുകേൾവിയായി ഇവിടെ പ്രചരിച്ചു വരുന്നു. പരമശിവഭക്തനായ മാർക്കണ്ഡേയ മുനിയുടെ പിതാവായ മൃഗണ്ഡു മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ആ വിശ്വാസം. മൃഗണ്ഡു മുനി ഒരിക്കൽ ഗംഗാസ്നാനത്തിനെത്തിയപ്പോൾ നദിയിൽ നിന്നും പരമേശ്വര വിഗ്രഹം ലഭിക്കുകയും വിശിഷ്ടമായ വിഗ്രഹം ശുദ്ധവും യോഗ്യവുമായ സ്ഥലത്തു മാത്രമേ വയ്ക്കാവൂ എന്നും അശരീരിയുണ്ടായി. തുടർന്ന് മൃഗണ്ഡു മുനി തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ പലയിടത്തും സഞ്ചരിക്കുകയും ഒടുവിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നും പുരാണം പറയുന്നു. ഇവിടെ എത്തിയപ്പോൾ കണ്ടതിൽ നല്ല ഊര് ഇവിടമാണെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു. കണ്ട ഊര് പിന്നീട് കണ്ടിയൂരായി മാറിയെന്നുമാണ് പഴമ. അതിശയ അക്ഷയലിംഗ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ, ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. കുലശേഖര ചക്രവർത്തിമാരുടെ കാലശേഷം കേരളം ക്രമേണ ബ്രാഹ്മണരായ രക്ഷാപുരുഷന്മാരുടെ അധീനതയിലായി തീർന്നു. ഈ സമയത്ത് കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ഈ ബ്രാഹ്മണരുടെ അധീനതയിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇക്കാലത്ത് ക്ഷേത്ര സംബന്ധമായ പണികളും മറ്റും നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മാടമ്പി, കുറുപ്പ്, പിള്ള, കൈമൾ, പണിക്കർ, വലിയത്താൻ എന്നീ സ്ഥാനമാനങ്ങളോടെ ഒരു ഭരണസമിതി രൂപമെടുത്തിരുന്നു. ഈ യോഗത്തിൽ 6 വീട്ടിൽ മാടമ്പിമാരായിരുന്ന മന്ത്രി, മരങ്ങാടൻ, കുന്നം, മുഞ്ഞനാടൻ, പുല്ലേലി, മണപ്പള്ളി എന്നിവരായിരുന്നു പ്രമാണികൾ. ആയിക്കാട്ട് കൈമളായിരുന്നു അടുത്ത പ്രധാനി. ഈ കുടുംബത്തിലെ മൂത്തയാൾ ക്ഷേത്രഭരണ സമിതിയിലെ അംഗമെന്ന നിലയിൽ കണ്ടിയൂരിൽ കൈമൾ വീട് അഥവാ കൈമൂട് തന്റെ അധിവാസ സ്ഥാനമാക്കിയിരുന്നു. പത്തായത്തിൻ കീഴ് വലിയത്താൻ, മാവോലിൽ പണിക്കർ, പനക്കൽ വലിയത്താൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ അംഗങ്ങളായിരുന്നു. ഈ വിധം യോഗം രൂപം പൂണ്ടത് ഏതാണ്ട് കൊല്ലവർഷാരംഭത്തോടു കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. ശിവശങ്കരനാമം പാടുമ്പോൾ മനസ്സിൽ വൈക്കം മഹാദേവൻ ഓടിയെത്തും. ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഈ വിധമാണ്. ഓടനാട് രാജാവിന്റെ അധീനതയിലായിരുന്നു പണ്ട് കണ്ടിയൂർ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിറവ സ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോന്നത്. പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയും. ഓടനാട് രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ട കായംകുളം രാജാവ് ക്ഷേത്രത്തിൽ കയറി വാതിലടച്ച് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു എന്നൊരു കഥയും ഇവിടെ പറഞ്ഞു കേൾക്കും. വേണാടിന്റെ സാമന്ത രാജ്യമായിരുന്നു അക്കാലത്ത് ഓടനാടെന്ന് കരുതുന്നു. കണ്ടിയൂർ മറ്റമായിരുന്നു തലസ്ഥാനം. കണ്ടിയൂർ മറ്റം പടപ്പാട്ട് എന്നൊരു കലാരൂപവും ഇവിടെ നിലനിന്നിരുന്നു. മിഥുനം കർക്കിടകം മാസത്തിലെ കളരി അഭ്യാസത്തെ തുടർന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്താണ് കണ്ടിയൂർ മറ്റം പടപ്പാട്ട് നടത്തിയിരുന്നത്. ഓണപ്പാട്ടാണ് കണ്ടിയൂർ മറ്റം പടപ്പാട്ട്. ദേശവാസികളുടെ കീഴിൽ കരകളിലെ യോദ്ധാക്കന്മാർ യുദ്ധം നടത്തും. പടത്തലവന്മാർ നായർ പടകളെ പടനിലത്തിലേക്ക് അയക്കും. മുറിവേൽക്കുന്നവർക്ക്
ചികിത്സയും മരണപ്പെടുന്നവരുടെ ശവസംസ്കാരത്തിന് പട്ടും മറ്റും നൽകുകയും വിജയികൾക്ക് പാരിതോഷികങ്ങളും നൽകി. നമഃ ശിവായ. കണ്ടിയൂരെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. ചെറുകര കുട്ടത്തി, ചെറുകര ഉണ്ണിയാടി, മുത്തൂറ്റിളയച്ചി, കുറുങ്ങാട്ട് വീട്ടിലെ ഉണ്ണൂലിമാർ, ഉണ്ണിച്ചക്കി, ചിരുദേവി തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിരുന്നു എന്നാണ് പഴമ. കണ്ടിയൂർ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ചെറുകര വീട്. ചെറുകര കുട്ടത്തിക്ക് 12 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. ഒടുവിൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷമാണ് മകൾ ഉണ്ണിയാടി പിറന്നത്. ഉണ്ണിയാടി സ്വയംവര രീതിയിൽ കൊച്ചി പെരുമ്പടപ്പ് രാജവംശത്തിലെ യുവരാജാവ് രാമവർമ്മയെ വരിച്ചു. പിന്നീട് പെരുമ്പടപ്പിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളത്തേക്ക് പോയി എന്നാണ് പുരാവൃത്തം. ഏതാണ്ട് AD 800 വരെ കണ്ടിയൂർ ക്ഷേത്രവും പരിസരവും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ കോണിൽ ഒരു മഹാവിഹാരം ബുദ്ധമത ഭിക്ഷുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉത്സവ കാര്യങ്ങളിലും മറ്റും ബുദ്ധഭിക്ഷുക്കൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതിന് ഉപോത്ബലകമെന്ന നിലയിലാണ് കണ്ടിയൂർ കരയിൽ കണ്ടുവരുന്ന പള്ളിയിൽ ഭവനവും ഓണം പള്ളിയിൽ ഭവനവും. പണ്ടുകാലത്ത് ഇവ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ കാലക്രമേണ ബുദ്ധമതം ക്ഷയോന്മുഖമായി. പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. പിതാവ് കുലശേഖരവർമ്മനെ പോലെ കൂത്തിനും കൂടിയാട്ടത്തിനും കൂടുതൽ പ്രചാരം വളർത്താൻ ഇദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം കണ്ടിയൂർ ക്ഷേത്രത്തിൽ നാം കാണുന്ന കൂത്തമ്പലം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. ശിവശങ്കരനാമം. ബുദ്ധമതക്കാരുടെ പിൻവാങ്ങലിനു ശേഷം നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു. AD 823 ഇത്. ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത്. ശ്രീനീലകണ്ഠ നമസ്തേ, ശംഭോ മഹാദേവ ശിവശങ്കര പാഹി ഗംഗാധര. AD 1350 65 ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നുവെങ്കിലും ഇന്ന് കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ. കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത്. 3 പൂജയാണ് ഇവിടെ. നെടുമ്പള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം. ശ്രീരുദ്രനും നീ മഹിതമാം നടന കലകൾക്കധീശ കഴിയുമോ നിന്റെ. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ചതുരത്തറയുടെ മുകളിൽ വട്ട ശ്രീകോവിലിലാണ് ദേവന്റെ പ്രതിഷ്ഠ. ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത്. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും, മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും, സായാഹ്നത്തിൽ പാർവതീ സമേതനായും ഭഗവാൻ ഇവിടെ ഇരുന്നരുളുന്നു. നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പരമേശ്വരൻ, ഗംഗാപതി, വിശ്വനാഥൻ, മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു, ശാസ്താവ്, ഗോശാല കൃഷ്ണൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, അന്നപൂർണേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമരുളുന്നു. കലിയുഗം വാഴ്ത്തും കാരുണ്യമല്ലേ തിരുപദം അവിരതം അകമിതിൽ ഉണരുവാൻ കനിയണേ സ്മരഹരാ ദേവാ. ശംഭോ മഹാദേവ ശിവശങ്കര പാഹി ഗംഗാധര നാഗപരിശോഭിത ഭസ്മവിഭൂഷിത ബിൽവപത്രപ്രിയ പൊന്നേരിയിൽ വാഴും ദേവദേവാ. ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ,
ഒരു ദേശത്തിന്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരപ്പൻ. ഭസ്മവിഭൂഷിത ബിൽവപത്രപ്രിയ പൊന്നേരിയിൽ വാഴും ദേവദേവാ. ഒരു കനലായി പുകഞ്ഞ് കാലം കഴിയുന്നതിനേക്കാൾ അഗ്നിയായി കത്തിജ്വലിക്കുക എന്നൊരു ചൊല്ലുണ്ട്. ദീർഘവും പ്രയോജനവുമില്ലാത്തതുമായ ജീവിതത്തേക്കാൾ ഹ്രസ്വമെങ്കിലും പരോപകാരപ്രദമായ ജീവിതമാണ് നല്ലത് എന്ന സന്ദേശമാണിത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.